സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം തുടരുന്നു. വേതന പാക്കേജ് പരിഷ്കരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ നിലപാട്. അസ്ലം, മലബാർ മേഖലയിലും റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്? റേഷൻ കട മുമ്പ് സിവിൽ സപ്ലൈസ് നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിലാണ് നമ്മളുള്ള റേഷൻ വ്യാപാരികളുടെ സമരത്തിലാണ്. അത് കോഴിക്കോട് 900-ഓളം റേഷൻ ഷോപ്പുകളിൽ ഒരു 10-ൽ താഴെ 3-4 കടകൾ മാത്രമാണ് തുറന്ന. ബാക്കി മുഴുവൻ കടകളും അടച്ചിട്ടുള്ള ഒരു പരിസ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ താലൂക്ക് സ്ഥലങ്ങളിലും സമരം നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ റേഷൻ കടയുടമകൾ ഇപ്പോൾ സമരം നടത്തുന്നത് സിവിൽ സ്റ്റേഷന് മുന്നിലാണ്. എന്തായാലും വേതന പരിഷ്കരണം ഉൾപ്പെടെ നടപ്പിലാക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്. ഇന്നെന്തായാലും 2 മണിക്ക് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. എന്തായാലും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ടി മുഹമ്മദ് നമ്മളിപ്പോ ഉണ്ട്. ഇന്നിപ്പോ നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം 2 മണിക്ക് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്താണ് നിലപാട്? ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സമരം പിൻവലിക്കും. അതല്ല ഭീഷണിയും ഒന്നും ചെയ്യില്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. വേതന പരിഷ്കരണത്തിൽ ഉറപ്പ് കിട്ടണം. മന്ത്രിയുടെ ഭാഗത്ത് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. നാളെ തരണം ഞങ്ങൾ പറയുന്നില്ല. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ നടപ്പാക്കിയാൽ മതി. പക്ഷെ അത് മന്ത്രി പറയണം നടപ്പാക്കുന്നത്. ഞങ്ങളെ വിഷയം പഠിക്കാൻ വേണ്ടി ഒരു 3 അംഗ കമ്മീഷനെ മന്ത്രി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ റിപ്പോർട്ട് മന്ത്രി വാങ്ങി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് അത് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ ലൈസൻസ് കട്ടിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നാളെ മുതൽ പിന്നെ മൊബൈൽ ഷോപ്പുകൾ ഇറങ്ങുന്നു പറയുന്നുണ്ട്. മൊബൈൽ കേരളത്തില് നമ്മളെ മാവേലി സ്റ്റോറില് എത്രയോ മാവേലി സ്റ്റോറുകൾ ആദിവാസി മേഖലയിൽ അരി കൊണ്ടേ കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിച്ചത്. ഓട്ടോറിക്ഷയിൽ അരി വീട്ടിൽ കൊണ്ടേ കൊടുക്കുന്ന പരിപാടി അതൊക്കെ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ മതി. ഈ റേഷൻ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ നേരിടും. കോടതിയില്ലേ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ രാജ്യത്തില്ലേ, ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കും. വേതന പരിഷ്കരണത്തിൽ ഉറപ്പ് കിട്ടുക അടുത്ത സാമ്പത്തിക വർഷം മുതലെങ്കിലും വേതന പരിഷ്കരണത്തിൽ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ സമരത്തിൽ പിന്മാറുള്ളൂ. അതുവരെ സമരത്തുമായി മുന്നോട്ട് പോകും. മൊബൈൽ ഷോപ്പുകൾ ഇറക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വിജയിക്കില്ല. റേഷൻ കട ഉടമകളുമായിട്ട് സംസാരിച്ച് അവർക്ക് ഒരു ഉറപ്പ് നൽകാതെ ഈ സമരം നിർത്തില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതേസമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് കൂടി റേഷൻ ഡീലേഴ്സ് ഉടമ പറയുകയാണ്. എന്തായാലും ശക്തമായ സമരത്തിലാണ്. ഏറെക്കുറെ നല്ല പ്രതിഷേധ സംഗമത്തിൽ വലിയ പങ്കാളിത്തം ഉണ്ട്. എന്തായാലും ഏറെക്കുറെ തുറന്നെങ്കിലും വളരെ കുറച്ച് 2-3 മാത്രമാണ് കോഴിക്കോട് തുറന്നിട്ടുള്ള. ബാക്കി 900-ഓളം ഷോപ്പുകൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. സ്വാഭാവിക ഒരു പ്രതിസന്ധി തന്നെയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചർച്ചയിലേക്ക് പോയത്. എന്തായാലും വേതന പരിഷ്കാരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എന്തായാലും സമരം പിൻവലിക്കാൻ ശ്രമമായിരിക്കും അവരുടെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നടക്കുക. എന്തായാലും ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിൻവലിക്കാവുന്ന നിലപാട് ഇവർക്കും ഉണ്ട്. എന്തായാലും ഉച്ചയ്ക്കുള്ള ചർച്ചയുടെ ഫലത്തിലേക്ക് നമ്മൾ കാത്തിരിക്കാൻ എന്തായാലും ഇവരുടെ പ്രതിഷേധം തുടരുകയാണ്.